അതെ, ഇത് നായ്ക്കുറണപ്പൊടിയും മായപ്പൊടിയൊന്നുമല്ല. ഇത് അപനവും ചെയ്യുന്നതിന്റെ ഫലമാണ്. അയ്യോ, എന്തത്ര ഇളിക്കാൻ! വാനരന്റെ വാല് തേളു കുത്തിയാൽ കാട്ടുന്ന അതേ ഗോഷ്ടികൾ. അധികാരിയുടെ ദേഹത്ത് നായ്ക്കുറണപ്പൊടി വിതറിയെന്ന് സംശയം തോന്നിയെങ്കിൽ, പക്ഷെ അത് പെങ്കൊച്ചല്ല, ഭഗവാനാണ്. ഭഗവാനോ? എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി വന്ന് അതിന്റെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ പുറകിക്കൂടെ പതുങ്ങി വന്നതിനെ തല്ലിയ ക്രൂരത ഭഗവാൻ ഇഷ്ടപ്പെട്ട് കാണില്ല. പിന്നെ പൂജകൾ കഴിയുന്നവരെ മേൽശാന്തിയെ ആരും സ്പർശിക്കാറില്ല, മേൽശാന്തിയും ആരെയും സ്പർശിക്കാറില്ല. അങ്ങനെയുള്ള നമ്മെ അധികാരി തള്ളി എറിഞ്ഞില്ലേ? ആ കുറ്റവും കൂടെ പരിഗണിച്ച ഭഗവാൻ ഈ ചൊറിച്ചിൽ തന്നിരിക്കുന്നത്. ചൊറിഞ്ഞു, നല്ലപോലെ ചൊറിഞ്ഞു. കടന്നു പോയിക്കൊള്ള കൽപ്പന പോലെ തിരുമേനി പറഞ്ഞതുപോലെ ദൈവകോപമായിരിക്കുമോ അങ്ങനെ? നോക്കി നിൽക്കാതെ ചൊറിഞ്ഞതാ അസത്ത്. അയ്യോ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അമ്മ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ മേലധികാരി കരികാലൻ എന്നെ തല്ലി ചേച്ചി. 2 താമരപ്പൂക്കൾ വാങ്ങി സോപാനപ്പടിമേൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാ അയാള് വന്ന് തല്ലിയത്. തടസ്സം പിടിക്കാൻ വന്ന മേൽശാന്തിയെ ആ നീചൻ തല്ലി എറിഞ്ഞു. എന്നിട്ട് വീണ്ടും എന്നെ തല്ലി ചേച്ചി. പക്ഷേ പിന്നെ അധികം തല്ലാൻ അയാൾക്ക് കഴിഞ്ഞില്ല ചേച്ചി. തൃക്കടയൂരപ്പൻ തക്കതായ ബലം കൊടുത്തു. വടി വലിച്ചെറിഞ്ഞ് അലറി വിളിച്ച് കരികാലൻ ദേഹം മുഴുവൻ മാന്തി ചൊറിയാൻ തുടങ്ങി. ദേഹം ആശകലം ചൊറിഞ്ഞു പുളയുന്ന കരികാലനെ കണ്ട് തൊഴാൻ വന്നവരൊക്കെ ചിരിയടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. വേദന മറന്ന് ഞാനും കുടുകൂടെ ചിരിച്ചുപോയി. ഒടുവിൽ മേൽശാന്തിയാ എന്നെ വാതിൽ കടത്തി പുറത്തേക്ക് വിട്ടത്. എന്തിനാ പൂങ്കുടി തല്ലേറ്റ് വാങ്ങാൻ വേണ്ടി നീ ക്ഷേത്രത്തിലേക്ക് പോയത്? ഞങ്ങള് പ്രാർത്ഥിക്കും പോലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലോ. എന്റെ വള്ളിയമ്മ മുത്തശ്ശിയുടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയാ ഞാൻ തല്ലേറ്റ് വാങ്ങിയത്. മുത്തശ്ശിയുടെ ആയുസിനു വേണ്ടി എന്റെ പ്രാണം വെടിയാൻ പോലും ഞാൻ തയ്യാറാണ് ചേച്ചി. ഒരു മേലധികാരി വന്ന് അടവുകൾ കുറെ പയറ്റിയതാണ്. വഷളനും വിടനുമായ അയാൾക്ക് പരാജയം സമ്മതിച്ച് ഭാണ്ഡു മുറുക്കി പോകേണ്ടി വന്നു. ഇപ്പൊ കെട്ടിയെടുത്തിരിക്കുന്നു ഒരു കരികാലനെ. അവന്റെ കാലിലെ കരി മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഓടിച്ചിരിക്കണം. മീനാക്ഷി അത് ചെയ്തിരിക്കും. ഒന്നിനും പോകണ്ട ചേച്ചി. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നീര് വന്ന് ദേഹം ആസകലം വീർക്കുമ്പോ അയാള് പാഠം പഠിച്ചോളൂ. ഞാൻ വാങ്ങിയ താമരപ്പൂക്കൾ ഭഗവാനിൽ അർപ്പിച്ചു കണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖമേ എനിക്കുള്ളൂ. വിഷമിക്കരുത് മോളെ. നമ്മൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാം. വരൂ.
നമ്മളാരും ഈ ശിവലിംഗത്തിന്റെ മുന്നില് താമരപ്പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ. പിന്നെങ്ങനെയാണ് ഇവിടെ താമരപ്പൂക്കൾ വന്നത്? കനിമൊഴി, ഈ താമരപ്പൂക്കൾ സാക്ഷാൽ തൃക്കടയൂരപ്പൻ തന്നെ കൊണ്ടുവന്ന് അർപ്പിച്ചതാണ്. സോപാനപ്പടിയിൽ വെച്ച താമരപ്പൂക്കൾ ഭഗവാനിൽ അർപ്പിച്ചു കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത നിന്റെ ദുഃഖത്തിന് തൃക്കടയൂരപ്പൻ തന്നെ പരിഹാരം കണ്ടിരിക്കുന്നു. സായിച്ചു ആയില്ല നിനക്ക്? ഈയുള്ളവൾ അത്രയ്ക്ക് പുണ്യം ചെയ്തവളാണോ ചേച്ചി? അതേ കുട്ടി. വള്ളിയമ്മേ മാർക്കണ്ഡേയനോട് ഉപമിച്ച് ആയുസ് നീട്ടി ചോദിക്കാൻ പോയവളല്ലേ നീ? നിന്റെ മുന്നിൽ യമധർമ്മന്റെ സ്ഥാനത്ത് വന്ന കരികാലന് ശക്തമായ തിരിച്ചടി കിട്ടി. താമരപ്പൂക്കൾ ഭഗവാനിൽ അർപ്പിക്കണമെന്ന നിന്റെ കലശലായ മോഹവും സഫലമായി. ഭഗവാനെ, മോളെ കനിമൊഴി, ആശ്വസിച്ചോളൂ. നിന്റെ വള്ളിയമ്മ മുത്തശ്ശിയുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ തന്നെ തൃക്കടയൂരപ്പൻ തീരുമാനിച്ചു എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു ദൃഷ്ടാന്തം വേണോ കുട്ടി? ആശ്വസിക്ക്, പ്രാർത്ഥിക്ക്. ഭഗവാനെ, പാർവതികാന്ത, ആശ്രിത വത്സല, പൂങ്കൊടിയുടെ ദുഃഖത്തിനും മനോവേദനയ്ക്കും അങ്ങ് നൽകിയ പരിഹാരം പൂങ്കൊടിയുടെ കുടിലിന്റെ മുറ്റത്ത് ഞങ്ങൾ കൺകുളിർക്കെ കണ്ടു. ഭഗവാനെ, അങ്ങയുടെ ശ്രീകോവിലിൽ അർച്ചിക്കാൻ കഴിയാത്ത താമരപ്പൂക്കൾ പൂങ്കൊടിയുടെ കൊച്ചു ശ്രീകോവിലിന് മുറ്റത്ത് അങ്ങ് അർച്ചിച്ചിരിക്കുന്ന അത്ഭുത കാഴ്ച ഞങ്ങൾ കണ്ടു. ഭഗവാനെ, അങ്ങ് പൂങ്കൊടിയുടെയും കനിമൊഴിയുടെയും എന്റെ പ്രാർത്ഥന കേൾക്കുകയും മനസ്സ് കാണുകയും ചെയ്യുന്നു എന്നത് ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഭഗവാനെ. എന്താ മീനാക്ഷി, ഇന്ന് മീനാക്ഷിയുടെ മുഖത്ത് ആശ്വാസമാണല്ലോ? അതെ തിരുമേനി, ക്ഷേത്ര മേലധികാരി പൂങ്കൊടി ഇവിടുന്ന് തല്ലി ഓടിച്ചില്ലേ? അവൾ ഇവിടെ സമർപ്പിച്ച താമരപ്പൂക്കൾ ഭഗവാനെ അർപ്പിച്ച് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖവും നിരാശയുമായിരുന്നു അവൾക്ക്. പക്ഷേ പൂങ്കൊടിയുടെ കുടിലിന്റെ മുറ്റത്ത് പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹത്തിന് മുന്നിൽ ആ താമരപ്പൂക്കൾ അർപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു തിരുമേനി. ഓ, പൂങ്കൊടി സോപാനപ്പടിയിൽ വെച്ച താമരപ്പൂക്കൾ പെട്ടെന്ന് ഇവിടുന്ന് കാണാതായി. താമരപ്പൂക്കൾ എങ്ങോട്ട് പോയെന്നോർത്ത് നാം വല്ലാതെ വിഷമിച്ചിരുന്നു. അത് ഭഗവാൻ തൃക്കൈ കൊണ്ടെടുത്ത് പൂങ്കൊടിയുടെ വിഗ്രഹത്തിനടുത്ത് കൊണ്ട് അർപ്പിച്ചെന്നു. ഭഗവാനെ, ശ്രീനീലകണ്ഠ, അങ്ങയുടെ ലീലാവിലാസങ്ങൾ വിസ്മയകരം തന്നെ. മീനാക്ഷി, വള്ളിയമ്മ സുഖം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കാനല്ലേ പൂങ്കൊടി താമരപ്പൂവായി വന്നത്? അതെ തിരുമേനി. പൂങ്കൊടിയുടെ പ്രാർത്ഥന ഭഗവാൻ പരിഗണിച്ചു എന്നുള്ളതിന് ഇതിൽ പരം വേറൊരു ദൃഷ്ടാന്തം വേണോ മീനാക്ഷി? വള്ളിയമ്മ സുഖം പ്രാപിക്കും മീനാക്ഷി. ഇനി ഏറെക്കാലം ജീവിക്കും, ഉറപ്പ്. നാഗഭൂഷണന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ.
നാളെ ഭഗവാന്റെ പക്കനാളാണ്. മഹാരാജൻ സമ്മാനിച്ച രത്നഹാരം വിശേഷ ദിവസങ്ങളിൽ വിഗ്രഹത്തിൽ ചാർത്തണമെന്ന് മഹാരാജന്റെ കൽപ്പനയുണ്ടല്ലോ. അറയിലിരിക്കുന്ന രത്നഹാരം എടുത്ത് നമ്മെ ഏൽപ്പിച്ചാൽ കൊള്ളാം. ഭഗവാന്റെ പക്കനാൾ പ്രമാണിച്ച് തിരുമനസിന്റെ എഴുന്നള്ളിപ്പുണ്ടാകുമോ? അങ്ങനെ എഴുന്നള്ളത്തുണ്ടാകുമെങ്കിൽ തിരുമനസ്സുകൊണ്ട് മേലധികാരിയല്ലേ അറിയിക്കുക? നമുക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. എങ്കിൽ എഴുന്നള്ളത്തുണ്ടാവില്ലെന്ന് വേണം കരുതാൻ. നാളെ രാവിലെ അങ്ങ് വരാൻ വൈകുമെങ്കിൽ രത്നഹാരം ഇന്നേ നമ്മെ ഏൽപ്പിച്ചാൽ കൊള്ളാം. നാളെ നാം നേരത്തെ എത്തിയിരിക്കും. ശരി. അധികാരി അദ്ദേഹം, നിങ്ങൾ എന്തിനാണ് പൂങ്കൊടി തല്ലിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാണ് എന്റെ കുട്ടി തല്ലിയതെന്ന്? ആ ജന്തുവിനെ കാത്തിരിക്കാം നാം. ആ ജന്മത്തിന് കൈ കിട്ടിയ അവസാനിപ്പിച്ചിരിക്കുന്ന. ഓ, അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലേ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത്? കാടന്മാർ പോലും ചെയ്യാൻ ഇറക്കുന്ന പ്രവൃത്തി. എന്നിട്ടും അവസാനിച്ചില്ലല്ലോ അവൾ. ചൊറിഞ്ഞു തിണർത്ത് നീര് വന്നിട്ടും പാഠം പഠിച്ചില്ലേ? ദുരനുഭവങ്ങൾ പലതും ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സ്വയം തിരുത്തണം. അല്ലെങ്കിൽ ഭഗവാന്റെ കടുത്ത ശിക്ഷ ഇനിയും ഉണ്ടാകും. കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കാനാവാത്ത അവസ്ഥയുണ്ടാകും. ഇന്ന് സേവ പിടിച്ചൊപ്പം നിൽക്കുന്നവർ നിങ്ങളെ ചവിട്ടിയരച്ച് കാറ് തുപ്പി കടന്നു പോകുന്ന അവസ്ഥ ഭഗവാനിൽ നിന്നും ഇരുന്ന് വാങ്ങരുത്. ചിലർ അങ്ങനെയാണ് തിരുമേനി. എത്ര കണ്ടാലും കൊണ്ടാലും പാഠം പഠിക്കില്ല. ഇതെല്ലാം തൃക്കടൂരപ്പൻ കാണുന്നുണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. നിങ്ങൾ അനുഭവിച്ചിരിക്കും. ക്ഷേത്രം മേലധികാരിയല്ലേ, കുറച്ചൊക്കെ ഭക്തിയാവാം. ഇനിയെങ്കിലും മനസ്സിരുത്തി നിത്യവും പഞ്ചാക്ഷരി ജപിക്കുക. ഭഗവാനെ, പാർവതികാന്ത, ആശ്രിത വത്സല, മുത്തശ്ശിക്ക് അസുഖം മൂർച്ഛിച്ചിരിക്കുകയാണ്. ആരോടും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മുത്തശ്ശിയെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വള്ളിയമ്മ ഇപ്പോഴും അതേ കിടപ്പ് തന്നെയാണ്. അതേ തിരുമേനി, എന്റെ ഒരു സാന്ത്വന വാക്കിനും കനിമൊഴി ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. നാം പറഞ്ഞില്ലേ, വളരെ മോശപ്പെട്ട സമയമാണ് വള്ളിയമ്മയ്ക്ക്. ഇനി അവരെ രക്ഷിക്കാൻ ഒരു മാർഗമേ നാം കാണുന്നുള്ളൂ. എന്താണ് തിരുമേനി? കുറെ ശിവാലയങ്ങളിൽ ദർശനം നടത്തണം. മഹാവഴിപാടായ ശിവാലയ ദർശനം മൃത്യുവിനെ ഹനിക്കുന്നതാണ്. കഴിയുമെങ്കിൽ ശിവാലയ ദർശനം കൂടെ കഴിക്കാൻ നോക്കുക. വള്ളിയമ്മയുടെ അവസ്ഥയിൽ
മാറ്റമുണ്ടാകാതിരിക്കില്ല. ശംഭോ മഹാദേവ. എന്താ വിളിപ്പിച്ചത്? ആ പൂങ്കുടിയെ തട്ടിക്കൊണ്ടുവരണം. അറിയാലോ അവളെ? അറിയാം, പക്ഷേ എന്തു പക്ഷേ? അവളുടെ കുടിലറിയാമല്ലോ. തൃക്കടയൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരൊഴിഞ്ഞ കോണിൽ. അതും അറിയാം. എന്നാലും ഒരെന്നാലുമില്ല. മുൻപത്തെ അനുഭവം ഓർത്തിട്ടാണോ ഒരു മടിയും പേടിയും? ഒന്നും ഓർത്ത് ഭയപ്പെടണ്ട. കുടിലിന്റെ മുറ്റത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ശിവലിംഗത്തിന് മുന്നിൽ പൂജയിലും പ്രാർത്ഥനയിലുമായിരിക്കും ഈ പൂങ്കൊടി. പലപ്പോഴും അവൾ ഒറ്റയ്ക്കായിരിക്കും. ആ തക്കം നോക്കി വേണം അവളെ തട്ടിയെടുക്കാൻ. എങ്കിൽ അങ്ങനെയാവാം. അവള് തീരെ ചെറിയ കുട്ടിയാണെന്ന് അറിയാമല്ലോ. അവളെ തട്ടിയെടുക്കാൻ ഒരാൾ പോയാ പോരെ? പോരാ. തട്ടിയെടുക്കുമ്പോൾ ആരെങ്കിലും ചെറുക്കാമെന്ന അയാളെ കുത്തി മലർത്താൻ ഒരാൾ കൂടി വേണം. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. പൂങ്കൊടിയേയും കൊണ്ടേ മടങ്ങി വരാവൂ. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരുന്നുണ്ടല്ലോ. പോയി വാ. ശരി. ശരിയമ്മ. ശംഭോ മഹാദേവ. ആഹാ, കിട്ടിയോ ആസത്തിനെ? പറഞ്ഞതുപോലെ പൂങ്കൊടിയുടെ പൂജാ സമയത്ത് തന്നെ ഞങ്ങൾ ചെന്നു. കൈയോടെ പൊക്കിക്കൊണ്ട് വന്നു. നന്നായി. ഇവളെവിടെങ്കിലും കെട്ടിയിടണോ? വേണ്ട, ഇനി ഇവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇവിടെ അകത്തേക്ക് കൊണ്ടുവാ. വാ.
ഇനി നിങ്ങൾ പൊയ്ക്കോളൂ. ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. ശരിയമ്മ. ചിണാതടി, ശബ്ദം പുറത്ത് കേട്ട കൊന്നു കളയും ഞാൻ. മാമി, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നത്? നിരപരാധിയായി എന്നെ ഉപദ്രവിക്കരുതേ മാമി. നീ നിരപരാധിയോ? എന്റെ ശത്രുക്കളായ കിളവിക്കും കനിമൊഴിക്കും അഭയം കൊടുത്ത നീയും എന്റെ ബദ്ധ ശത്രുവാണ്. ക്ഷേത്രത്തിൽ എന്റെ തലവെട്ടം കണ്ട ക്ഷണത്തിൽ ഓടിച്ചെന്ന് അറിയിക്കുന്ന ദൂതാളല്ലേ നീ?